Celebrating 50 years. Majestic Jewelers. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ ഐഡി ഉപയോഗിച്ച് വ്യാപകമായി രണ്ട് സമുദായങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇതിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സർക്കാർ ഈ വിഷയത്തെ ഗൗരവമായി കാണണം, പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കണമെന്നും ഇരു സമുദായങ്ങളും സംഘപരിവാറിന്റെ കെണിയിൽ വീഴരുതെന്നും അദ്ദേഹം തിരൂരിൽ പറഞ്ഞു. രണ്ട് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിലൂടെ ഫേക്ക് ഐഡിയിലൂടെ വ്യാപകമായി രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു സംഘപരിവാർ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. അവരിതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇരു സമുദായങ്ങളും അവരുടെ കെണിയിൽ വീഴരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. കത്തോലിക്ക സഭയ്ക്ക് ഗൗരവതരമായ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിശോധിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. അവർ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അവരത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുകയും സർക്കാർ അത് അന്വേഷിക്കുകയും അന്വേഷിച്ച് തെറ്റുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഈ പറയുന്നതിൽ അടിസ്ഥാനരഹിതമാണ് എങ്കിൽ അതൊരു പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. സർക്കാർ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇത് തമ്മിൽ അടിച്ചോട്ടെ എന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയാണ്. ഇത് ശരിയല്ല. CPM ഇക്കാര്യത്തിൽ ഒരു നയവുമില്ല. CPM ഇതിനകത്തൊരു നിഗൂഢമായ അജണ്ട അവർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിലൂടെ പ്രതികരിക്കുന്നത്. ഞങ്ങൾ പ്രതികരിച്ചത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കക്ഷി ചേരുകയല്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കക്ഷി ചേരുന്നില്ല. രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഒരു തരത്തിലും ആ സംഘർഷം വലുതാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇരു കൂട്ടരോടും സംയമനം പാലിക്കാനാണ് ആവശ്യപ്പെട്ടത്. പ്രകടനങ്ങൾ നടത്തുകയും പ്രകടനങ്ങൾ നടത്തി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്താൽ ആരാണ് ഇതെല്ലാം വളരാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തിലെ പരിണതപ്രജ്ഞരായ ആളുകൾ, കേരളത്തിലെ എഴുത്തുകാർ, കേരളത്തിലെ സാംസ്കാരിക നായകർ, കേരളം നമ്മുടെ പുരോഗമന ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം, മതേതരത്വത്തിൻ്റെ പതാകവാഹകരായി കേരളം മാറണമെന്ന ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾ ഈ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.